നീ പറഞ്ഞ സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ഓഹോ, അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ ഊഹിച്ചതും ശരിയാ. എന്ത് കണ്ടു? ചേട്ടനും കണ്ടോ? കണ്ടു, പക്ഷെ ഇതല്ല. നീ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഞാൻ കണ്ട മറ്റൊന്നാണ്. അംബിക ഇടയ്ക്കിടെ ആരും കാണാതെ പപ്പന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തൊരു വൃത്തികേടാണിത്. സാധാരണ വിദേശങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്, ഭാര്യമാരെ പരസ്പരം. അയ്യോ, പക്ഷെ നാട്ടും പുറത്ത്. അതും നമ്മുടെ ഈ തറവാട്ടിൽ അത് നടക്കില്ല. ഇത് ഇപ്പൊ തന്നെ അമ്മയോട് പറയണം. എടാ, ഇത് അമ്മയുടെ മുൻപാകെ നേരിൽ കാണിച്ച് ബോധ്യപ്പെടുത്തണം. അതോടെ ബാലു പുറത്ത്, നമ്മളകത്ത്. ഇപ്പോ അംബിക പപ്പന്റെ മുറിയിലുണ്ട്. എങ്കിൽ ഹേമ ബാലുവിന്റെ മുറിയിലുണ്ട്. രണ്ടിനും കൈയോടെ പൊടിയിടാം. കാര്യം പറയടാ. അമ്മ, ഇതങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു തരാം. എന്നാലേ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ നടക്കണം. കാര്യം പറഞ്ഞിട്ട് മതി, ഇനി നടത്താം. അമ്മേ, ദേ ബാലുവിന്റെ മുറിയിൽ നടന്നാ മതി. അത് പറ്റുമോ? വന്നമ്മേ. അതാണ് ചേട്ടന്മാരുടെ പരിപാടിയില്ലേ? ശരിയാക്കി തരാം. സോറി. കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്ത് അമ്മ വരുന്നുണ്ട്. വേഗം. ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് വാ തുറന്ന് ചോദിക്കമ്മേ. നീ എന്തിനാടി കൊച്ചു ഇവിടെ വന്നിരിക്കുന്നേ? കുഞ്ഞിനെ നോക്കാൻ. അപ്പൊ അവളോടെ പോയി അംബിക? അങ്ങോട്ട് ചോദിക്കമ്മേ. പറഞ്ഞോലെ അംബിക എന്തിയെ? തലേ കൂടെ വെള്ളം ഒഴിക്കാൻ പോയി. അല്ലല്ലോ, കുളിക്കാൻ പോയി. അയ്യോ, എവളീ പറയുന്നതെല്ലാം കള്ളത്തരമാ. ഞാനിപ്പോ കുളിമുറിന്നാ വരുന്നത്. എടാ, അമ്മയെ വിളിച്ചോണ്ട് കാണിച്ചു കൊടുക്കടാ. വാമേ. അമ്പിയെ, വാ. എന്താ? അതൊക്കെ പിന്നെ പറയാം, വാ. കുഞ്ഞവിടെ കിടന്നോളൂ. അകത്ത് കയറി തലയെ തോർത്തിക്കൊണ്ട് നിന്നോ. വല്യേട്ടനും കൊച്ചേട്ടനും വന്ന് വാതിൽ തുറന്ന നിലവിളിച്ചോ. കേറ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ടോ? അയ്യോ, ആരാതെ? എന്താ എന്താ ഇവിടെ പ്രശ്നം? ബാലുവേട്ടാ, ഞാൻ കുളിച്ചോണ്ട് നിക്കുമ്പോ. വേണ്ട, മതി, ഒന്നും പറയണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാൻ പോലും എത്തിനോട്ടക്കാരെ സമ്മതിക്കില്ലെന്ന് വെച്ചാ. അത് പിന്നെ ഞാൻ ഇതാണോടാ കാണിച്ചു തരാന്നും പറഞ്ഞ വിളിച്ചോണ്ട് വന്നത്? അമ്മേ, അമ്മയ്ക്കൊന്നും മനസ്സിലാഞ്ഞിട്ടാ. ചെറ്റത്തിനും കാണിച്ചിട്ടൊന്ന് ചിണങ്ങുന്നോടാ. രണ്ടും പോയിക്കോളൂ. ഇതിപ്പം പല വട്ടമായി 2 അലവലാതി ചേട്ടന്മാര് അമ്പയോർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. അവന്റെ ഒരു ക്ഷമ നാണമില്ലല്ലോടാ. അമേരിക്കൻ സായിപ്പന്മാരെ പോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ. എല്ലാം ഞാൻ ശരിയാക്കി തരാം. നാരായണൻകുട്ടി, നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ? പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ മിലിറ്ററി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പൊ ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. കൈയോടെ പിടികൂടുകയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണു മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡുവൊക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ഭാഗ്യം. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞാ ഈ കണ്ണല്ല. നീ ഇന്ന് കാവല് നിൽക്കണോന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരും അറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റോ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ 2 കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താരം കൈമാറുമ്പോഴെങ്ങാനും നിന്നെ കണ്ടിരുന്നെങ്കിൽ ഈ ചോര തിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, നാരായണൻകുട്ടി,
വയ്ക്കല്ലെന്ന്. അണ്ണാ ഞാൻ കണ്ടണ്ണാ. കണ്ടോടാ കണ്ടോടാ. കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തെ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ. മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. 2 ഗന്ധർവന്മാർ കയ്യിൽ താലവും കൊണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന്. ഈ മന്ദബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു. അപ്പൊ കാണിച്ചു തരാം. കൊളമായി. അയ്യോ എന്റെ ഗുരുവായൂരപ്പാ, എന്താ മോളെ ഇത്? അവന് വിശക്കുന്നുണ്ടാവും, ഇത്തിരി പാല് കൊടുക്ക്. ഓ വേണ്ട, പാലിപ്പൊ കൊടുത്തതേ ഉള്ളൂ അമ്മേ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനാ, ഒന്ന് മൂത്രം ഒഴിച്ചാ അപ്പ തീരും, പിന്നെയും വിശക്കും. നീ ഇത്തിരി പാലൂടെ കൊടുത്തേ. എന്റെ ഈശ്വര, ഇനിയിപ്പോ ഇത് വേറെ വല്ലതും ആണോ? മോനെന്ത് പറ്റി? കുഞ്ഞിനെന്തോ അസുഖമാണെന്നാ തോന്നുന്നത്. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയാൻ വയ്യ. ഞാൻ നോക്കാം. ഓ ഓ ഭഗവാന്, ഈശ്വര. ചേട്ടാ, എന്താടാ ചേട്ടാ, ചേട്ടന് വല്ല പിടുത്തം കിട്ടിയ? നീയല്ലേ എന്റെ കൈ കയറി പിടുത്ത വിട്ടത്? അതല്ലെന്ന്. അവൾ വന്ന് കുഞ്ഞുമായി മുറിയിൽ കയറി. ഉടനെ കുഞ്ഞു കരച്ചിൽ നിർത്തി. അതിന്റെ വാ പൊത്തിപ്പിടിച്ച് കാണും. ഛേ, അതൊന്നും അല്ലെന്ന്. അംബിക വിചാരിച്ചിട്ട് നടക്കാത്തത് ഹേമ വന്നപ്പോൾ പെട്ടെന്ന് നടന്നു. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ വായു എല്ലാം കുത്തി കയറ്റി കാണും. കറക്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റ്. നീ എന്ത് പൊട്ടത്തരാടാ ഈ പറയണേ? ചേട്ടൻ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, അവൾ എന്തായിരിക്കും കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തത്? വല്ല തുണി കഷ്ണമായിരിക്കും. തുണി മണ്ണാൻ കെട്ട. ചേട്ടാ, അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിക്കൂടെ? ഓടാ വേണ്ട, അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാ. ഓ ചേട്ടാ, വേറെ ചിലതില്ലേ? എന്ത്? ഓ, സ്വന്തം ചേട്ടനായിപ്പോയി. അല്ലെങ്കിൽ തുറന്ന് പറയാമായിരുന്നു. ചേട്ടൻ അല്ലാന്ന് വിചാരിച്ചോ? വക്കീലാണെന്ന് കരുതി തുറന്നു പറ. മിൽമ. അയ്യേ, മിൽമയുടെ കവർ ആരെങ്കിലും കുഞ്ഞിന്റെ വായി വെച്ചു കൊടുക്കൂടാ? പ്ലാസ്റ്റിക് അല്ലടാ മണ്ട. അയ്യേ, എന്തിന് എന്തിന് ഹേമ അത് ചെയ്യണം? അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഫീമെയിൽ. താങ്ക്സ്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ഹേമയ്ക്ക് ആൺകുഞ്ഞും അംബിയയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞും. മതി, ഇത്രയും മതി. ഇനി നമുക്ക് കളിക്കാം. ഒരു കളിയും വേണ്ട. നമുക്കിത് നേരെ അമ്മയുടെ അടുത്ത് പറയാം. അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാ പോരാ. ആ നാറിക്കും അവന്റെ കൂട്ടുകാരെ നാറിക്കും കണക്കിന് കൊടുക്കുകയും വേണം. നീ പാടാ.